ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്തിനാണ് ഈ ഇരുട്ടത്തിരുന്ന് ഗുഡ് മോർണിംഗ് പറയുന്നതെന്ന്. ആക്ച്വലി ഇതിപ്പം ടൈം വെളുപ്പിന് 4:30 ഞങ്ങൾ കാശ്മീരിൽ മൂന്നാമത്തെ ദിവസം. പിന്നെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ഗുൽമാർഗിലേക്കാണ്. അപ്പം ഗുൽമാർഗിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ വെൽക്കം ടു പ്രവീസ് ഹാപ്പിനെസ്. കാശ്മീരിലെ അടുത്ത് വലിയൊരു ഹിൽ സ്റ്റേഷനാണ് ഗുൽമാർഗ് എന്ന് പറയുന്നത്. ഇത് ബാരാമുള്ള ഡിസ്ട്രിക്റ്റിലാണ് കാശ്മീരിൽ. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എത്തണമെങ്കിൽ ആക്ച്വലി കുറച്ച് നേരത്തെ ശ്രീനഗറിൽ നിന്ന് ഇറങ്ങിയാലേ ഇവിടെ എത്തത്തുള്ളൂ. പിന്നെന്ന് വെച്ചാൽ അവിടുത്തെ ഗൊണ്ടോള റൈഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നല്ല തിരക്കാണ്. അപ്പം ഞങ്ങൾ വെളുപ്പിന് തിരിച്ചെങ്കിൽ മാത്രമേ ഒരു 7:30 ക്യൂവിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഗൊണ്ടോള എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പം തത്കാലം ടിക്കറ്റും എടുക്കണം. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് തിരിച്ചു. ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ ഗുൽമാർഗ് എത്തി. പിന്നെ അവിടെയും ഇതുപോലെ സ്നോ ഷൂസും അതുമൊക്കെ എടുക്കണമായിരുന്നു. അപ്പം അതൊക്കെ എടുത്ത് ഒരു ജക്കബോക കളിയായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളോട് ഉണ്ടായിരുന്ന ആ ഗൈഡ് നമുക്കെല്ലാം പെട്ടെന്ന് ആക്കി തന്നതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റി. കുറച്ച് സമയം ക്യൂവിൽ നിന്നു, എന്നാലും വലിയ ക്യൂ ഒന്നും വേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ ക്യൂവിനകത്ത് കയറി. ഭയങ്കര ടിക്കറ്റ് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നതായിരുന്നു. ടിക്കറ്റ് കിട്ടി, ക്യൂവിൽ നിൽക്കുവാണ്. ചേച്ചി അവിടെ പോയിട്ട് ഗെയിം കാണാൻ പറ്റില്ല, അവിടെ പോയിട്ട് ഗെയിം കാണാൻ പറ്റൂല. ഹലോ ചിരുമ എവിടെ പോണത്? ആക്ച്വലി ഞങ്ങൾ ഗൈഡാട്ടോ ഞങ്ങൾക്ക് ടിക്കറ്റ് റെഡിയാക്കി തന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് കയറി കാണാനേ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിലോട്ട് കയറാൻ പോവാണ്. ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യത്തില്ല, ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറണം. ഒരു കേബിൾ കാറിൽ 6 പേർക്ക് ഇരിക്കാം. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാര്യം ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയതാണ്. അവിടെ എത്തിയിട്ട് നമുക്കൊരു കിട്ടൂലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഇതില്ലാതെ കൊണ്ടോളം എക്സ്പ്ലോർ ചെയ്യാതെ കാശ്മീർ പോയിട്ട് വരാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതിനകത്തങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഉണ്ട്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല, അത്ര ഭംഗിയുള്ള, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള ഒരു വ്യൂ ആണ്. ഞങ്ങളീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേൾഡിലെ 2nd ഹയസ്റ്റ് ഗൊണ്ടോളയിലാണ്. നമ്മൾ കേബിൾ കാറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ചെന്ന് കയറാൻ പോകുന്നത് 13,800 ഫീറ്റിലേക്കാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ ഇങ്ങനെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് പോണിയിൽ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഗൊണ്ടോളയിൽ ഇരുന്നിട്ട്. പക്ഷെ ശരിക്കും പറയാൻ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുള്ളൊരു വ്യൂ, എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര, നമ്മൾ ഓരോരുത്തരും ആ ഒരു മൊമെന്റ് അത്രയ്ക്ക് എൻജോയ് ചെയ്തായിരുന്നു അതിനകത്തിരുന്നത്. അവിടെ എല്ലാം ഉണ്ടെന്നാ പറയുന്നത്. അവര് പറഞ്ഞു ബാത്റൂമൊക്കെ ക്ലീൻ ആണ് നമ്മുടെ ഗൈഡില്ലേ. ഹലോ എന്താ മറ്റേ ഈ ഫൈറ്റർ പ്ലെയിനിന്റെ പൈലറ്റ് പോലെ ഇരിക്കുന്നത്. ഹലോ എത്തിയോ? ഇത്ര ഒട്ടെന്നോ? ഇത് ചാടി ഇറങ്ങണ്ടേ? ഇതിന് ചാടി ഇറങ്ങാൻ വേണോ? അങ്ങനെ ഞങ്ങളിതാ കേബിൾ കാർ കയറി ഗുൽമാർഗ് phase 1 phase 2 ഉണ്ട്. phase 2 ഞങ്ങൾ പോകുന്നില്ല. phase 1 കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷം. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ചുടു മാഗി. ഹായ് കണ്ണടിട്ടമ്മ. രാവിലെ അലമ്പാക്കുന്ന മാധു, ന്യൂഡിൽസിൽ മതിമറിഞ്ഞിരിക്കുന്ന ചീരു, മാഗി കഴിക്കുന്ന ശ്രീ, സാൻഡ്വിച്ച് ഒന്നും മനസ്സിലാകാത്ത ദാമു, സ്റ്റൈലായി നിൽക്കുന്ന അമ്മ, സാൻഡ്വിച്ച് കഴിക്കുന്ന ഞാൻ, എന്ത് ചെയ്യണമെന്നറിയാത്ത പാറു.
ഒളിഞ്ഞു നിൽക്കുന്ന പാപ്പൻ കൈമാറ്റോ. ഭക്ഷണം തായോ, ഭക്ഷണം തായോ. എല്ലാരും പ്ലേറ്റ് ഒന്ന് കഴിക്കുമ്പോ കലത്തുനിന്നെടുത്ത് കഴിക്കുന്ന ചേച്ചി. ഉളുപ്പുണ്ടോ സ്ത്രീയെ? ഈ കുട്ടിക്കാണ് ഒരു പ്ലേറ്റിൽ പോലും കൊടുത്തില്ല. എന്താ കഴിച്ചു കഴിഞ്ഞില്ലേന്നാ? ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഗുൽമാർഗിൽ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്നോ ബൈക്കിംഗ് ഉണ്ട്, സ്കീയിങ് ഉണ്ട്, ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടം വരെ വന്നിട്ട് അതൊന്നും ചെയ്യാതെ പോകുന്ന മോശമല്ലേ എന്നോർത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ശരിക്കും പറഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു അനുഭൂതി ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. ഒരു ഫീലിങ്സ് ഫുൾ മഞ്ഞാണ്, എവിടെ നോക്കിയാലും മഞ്ഞും ഭയങ്കര ഭംഗിയും. അതങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത്ര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഈ 3 പേര് സ്കീയിങ് റെഡിയായി വന്നിരിക്കുകയാണ് ഗൈസ്. ഇവര് സ്കീയിങ് ചെയ്യാൻ തുടങ്ങിയാണ് ഗൈസ്. വാവ്, ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ബാച്ച് സ്കീയിങ്ങിന് റെഡിയായി. കുറച്ച് പേര് സ്കീയിങ്ങിന് താല്പര്യമുള്ളവർ, കാര്യം എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. ഇപ്പോൾ ഒരു ബാച്ച് സ്കീയിങ്ങിന് പോയിട്ട് എല്ലാവരും ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അവർ പക്ഷെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ തന്നെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു തന്ന്. പക്ഷെ അത്യാവശ്യം നല്ല സ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ബോഡി വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. അങ്ങനെ എല്ലാവരും ഇതേ ചെയ്യുവാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചീരുവിനൊരു ആഗ്രഹം, ചീരുവിനും ചെയ്യണമെന്ന്. ഉടനെ ചീരു പറഞ്ഞു എനിക്ക് സ്കീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചീരുവിനും ചെയ്യാൻ സമ്മതിച്ചു. പക്ഷെ ഏറ്റവും ഭംഗിയും ബെസ്റ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്തത് അവളായിരുന്നു. അവൾ കൂളായിട്ട് എല്ലാവരെക്കാളും നല്ല അടിപൊളിയായിട്ട് അവൾ ചെയ്തു. ഞങ്ങൾ അത്രയും എക്സ്പെക്ട് ചെയ്തില്ല, അവൾ അടിപൊളിയായിട്ട് അവൾ ചെയ്തു. അത് കഴിഞ്ഞ് ഇതേ അടുത്ത് സ്നോ ബൈക്കിങ്ങിന് ഞങ്ങൾ കുറച്ചുപേര് സ്നോ ബൈക്കിങ്ങിന് പോയി. അത് കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സ്നോ ബൈക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്നോ ബൈക്കിങ്ങിന് പോകുമ്പോൾ അവർ നമ്മളെ കുറച്ചധികം ഹൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് നിന്നിട്ടുള്ളൊരു വ്യൂ ഉണ്ട്, എൻ്റെ ദൈവമേ. സത്യം പറഞ്ഞ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഭയങ്കര വലിയ നഷ്ടമായി പോകുമായിരുന്നു. അത്ര ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. ഒരു വീഡിയോ ഫോട്ടോ എടുക്കാൻ പോലും തോന്നുന്നു, നമുക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാൻ തോന്നുമായിരുന്നു. അത്രയും ഭംഗിയുള്ളൊരു വ്യൂ. തിരിച്ചിറങ്ങി വരാൻ തോന്നുന്നില്ല, ഇന്ന് കുറച്ചുകൂടെ അവിടെ നിന്നാ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് നമുക്ക് അവർ ഓടിക്കാനൊക്കെ തരും സ്നോ ബൈക്കിങ് ഒരു ചെറിയ പോർഷനിൽ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഓടിക്കാം. കുറച്ച് ദൂരം തരും. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഐസിൽ. നമ്മൾ നല്ല സ്ട്രെങ്ത് വേണം, നല്ല പവർ വേണം അത് ഓടിക്കുന്നതിന്. അങ്ങനെ നമ്മൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. സ്നോ ബൈക്കിംഗ് കൂടെ കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മളങ്ങ് മഞ്ഞിലായിരുന്നു ഫുള്ള്. സ്നോയിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം ഇനി നമുക്ക് സ്നോ കിട്ടത്തില്ല. ഇന്നും കൂടെ നമുക്ക് മാക്സിമം സ്നോയിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങ് സ്നോയിലോട്ടങ്ങ് ഇറങ്ങി. പിന്നെ അവിടെ ആയിരുന്നു ഫുള്ള്. സ്നോയിലുള്ള എൻ്റെ പട്ടിഷയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനസുഖം.
ഇവിടെയും സ്നോമാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്നോമാൻ ഇല്ല, കുറേ സ്നോമാൻ ഉണ്ടാക്കി. ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. ഫുൾ സ്നോയിലായിരുന്നു. ഞങ്ങൾ പോകുന്നവരേ സ്നോയിലായിരുന്നു. ആക്ച്വലി അവരവിടെ പറയുന്നതെന്ന് വെച്ചാൽ 2 hours എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമുക്ക് തോന്നുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അത്രയും സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫേസ് 2 പോകണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയും കുറച്ചുകൂടെ സ്നോയും ഒക്കെ ഉണ്ടാവും. ഇവിടെ തന്നെ അത്യാവശ്യമുണ്ട്. പിന്നെ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ട്, തണുപ്പ് കൂടുതലാണ്. പിന്നെ തത്കാലിന് കിട്ടിയതും ഫേസ് 1 മാത്രമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ സ്നോയിൽ മാക്സിമം കളിക്കാനും എന്തൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അടി മുകളിലിരുന്ന് ഒരു ചപ്പാത്തി കഴിക്കുകയാണ്. അങ്കിളിന് കൊടുത്തത് എരിവ്, നാഥന് കൊടുത്തത് ബട്ടർ, പ്ലെയിൻ ബട്ടർ. ഇവിടെ ചപ്പാത്തി. അതാണ് ഫുഡ് മുഖ്യം ബില്ലായിരുന്നു. അതാണ് മറ്റേ സാധനം, തോക്കില്ലെന്നുള്ളൂ. ഗുൽമാർഗില് ഇതിന്റെ മുകളിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പൊ നമുക്ക് ഫുഡിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ അവിടെ പേ ആൻഡ് യൂസ് ആണെങ്കിലും വാഷ്റൂം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് തിരിക്കാനുള്ള പരിപാടിയാണ്. കുറേ നിന്ന് കഴിയുമ്പോൾ കാലൊക്കെ നരവിച്ചു തുടങ്ങി. ഫുള്ളും ഈ സ്നോയിൽ ഇങ്ങനെ നിൽക്കുവാണല്ലോ ബൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറിയാണ്. മനസ്സ് നിറച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. തിരിച്ചിതേ ഞങ്ങൾ താഴേക്ക് പോവാണ്. ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ ലൈഫിൽ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കാശ്മീർ. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മനസ്സ് നിറച്ച് സന്തോഷവും മനസ്സ് നിറച്ച് മെമ്മറീസ് ആയിട്ടായിരിക്കും നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടൊന്നും പോകാനിരുന്ന ആർക്കും പോകലൊന്നും നടക്കത്തില്ല. അപ്പം പറ്റുമ്പം പറ്റുന്ന പോലെ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം തികഞ്ഞ് വരുന്നൊരു സമയത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ തോന്നിയാൽ അന്ന് ചിലപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയൊന്നും വരത്തില്ല. അതുകൊണ്ട് പറ്റുമ്പം യാത്ര ചെയ്യാം. അപ്പം നമ്മൾ ഗുൽമാർഗ് ട്രിപ്പ് കഴിഞ്ഞ് അന്ന് ഈവനിങ് തന്നെ നേരെ പോയത് ദാൽ ലേക്കാണ്. ദാൽ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ദാൽ ലേക്ക് ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ശ്രീനഗറിൽ ഞങ്ങളുടെ ഹോട്ടൽ ദാൽ ലേക്കിന് അടുത്തായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ വൈകുന്നേരം ഒത്തിരി ടൈം ഉണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നേരെ ദാൽ ലേക്കിലേക്ക് ഇറങ്ങി. വെൽക്കം ടു ഡാൽ ലേക്ക്. നമ്മളിപ്പോ ഡാൽ ലേക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ പറയടോ. നമ്മളിപ്പോ ലാഡേക്കിലാണ്. ദാൽ തടാകം. നമ്മളിപ്പോ ദാൽ ദാൽ തനി കൊച്ചി ഭാഷയിൽ പറയും. ടീമേ ദാൽ ലേക്ക് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം വലിയതൊന്നും തോന്നില്ല. കുറച്ച് ഇങ്ങനെ ബോട്ട്സ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുറച്ച് ഹൗസ് ബോട്ട്സ് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതിനുള്ളിലോട്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഒരു രസമാണ്, ഭയങ്കര ഭംഗിയുമാണ്. ആ ചേട്ടൻ നമുക്ക് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കാവാട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിങ്ങനെ കൊണ്ട് തന്നതാണ്. അതിനുള്ളിൽ ഫ്രൂട്ട്സ് ഉണ്ട്. ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെയാണ്. അപ്പം അവിടുത്തെ മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കാവാട്ടി എന്ന് പറയുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് കാവാട്ടി കുടിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കതെന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കെന്തോ അതിൻ്റെ ആ ടേസ്റ്റ് അത്ര അങ്ങോട്ട് പിടിച്ചില്ലായിരുന്നു. ഇതാര് കുടിക്കും ബാക്കി? ഇതെന്താ ആർക്കും കൊടുത്താൽ ഒറിജിനൽ ഇതാണ് എവിടുന്ന്? ഞങ്ങള് കുടിച്ചു. ആ ഫ്ലൈറ്റ് പോവേ പിടിച്ചോ. താലം പിടിച്ച് കളിക്കില്ലേ അവസാനം. പിന്നെ ആക്ച്വലി ദാലോക്കിനുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പും അതിനകത്തുണ്ട്. ഗ്രോസറി ഉണ്ട്, ബേക്കറി ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട്.
എല്ലാം ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. വലിയൊരു ഷോപ്പിംഗ് സെന്റർ തന്നെയാണ് അതിനുള്ളിൽ. പക്ഷെ അതിനുള്ളിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് സംഭവം. എന്നാലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതിനകത്ത് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ബോട്ടിൽ അവർ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകും. പിന്നെ നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് അവർ കൊണ്ടുപോകും. പിണങ്ങിയിരിക്കുന്ന പ്രവേശിയാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത് കുറച്ച് മാലയും വളയും ഒക്കെ വിൽക്കുന്ന ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളെല്ലാം 1-2 സാധനം ഞങ്ങൾ മേടിക്കുകയും ചെയ്തായിരുന്നു. അവർക്കും ഇതെല്ലാം ഒരു ജീവിതമാർഗം. സൺസെറ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. അതിലുള്ള ലൈറ്റ്സും ഒക്കെ ഇട്ട് അതിൽ ഈ ബോട്ടുകളും ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഞങ്ങളുടെ ഡേ വർത്തായിരുന്നു. ഗുൽമാർഗ് ആണെങ്കിലും ദാൽ ലേക്ക് ആണെങ്കിലും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഞാൻ കഴിയായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഗുൽമാർഗ് കംപ്ലീറ്റ് ചെയ്തു. ദാൽ ലേക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ ഞങ്ങളെ കാശ്മീരിലെ 3-ാമത്തെ ദിവസവും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നാളെ കാണാം. ഗുഡ് നൈറ്റ്.